ഹായ്, നമസ്കാരം. അങ്ങനെ നമ്മൾ ഒലിയരിക് വാട്ടർഫാൾസ് എന്ന് പറഞ്ഞ ഇരപ്പിൻകൂട്ടം വാട്ടർഫാൾസിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ വെള്ളച്ചാട്ടം ഇവിടെ മുതൽ നമുക്ക് മുകളിലോട്ട് കണ്ടു തുടങ്ങാൻ പറ്റും. ഇടത് സൈഡിൽ ടൂറിസത്തിൻ്റെ പണികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്ന് മുകളിലോട്ടുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇത് നമ്മുടെ ഇരപ്പിൻകൂട്ടം വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്ന ഒലിയരിക് വാട്ടർഫാൾസ്. അഞ്ചലിലാണ് സ്ഥലമുള്ളത്. പോകുന്ന വഴിയും ഡീറ്റെയിൽസും എല്ലാം പറഞ്ഞുതരാം. ഓക്കെ. ഇത് അഞ്ചൽ പുനലൂർ റൂട്ടിലെ മാവിള ജംഗ്ഷനാണ്. ഈ മാവിള ജംഗ്ഷനിൽ നിന്നും ഇടത്തേക്ക് കിടക്കുന്ന ഈ വഴിയിലൂടെയാണ് നമുക്ക് പോകേണ്ടുന്നത്. അപ്പോൾ നിങ്ങൾ അഞ്ചൽ നിന്നാണ് വരുന്നതെങ്കിൽ മാവിള ജംഗ്ഷനിൽ നിന്നും വലത്തേക്കുള്ള വഴിയാണിത്. ഇവിടെ നിന്നും കുറച്ച് ദൂരം മുന്നോട്ടേക്ക് സഞ്ചരിച്ച് കഴിയുമ്പോൾ നമ്മളൊരു ഗുരുമന്ദിരം ഉള്ള ജംഗ്ഷനിൽ എത്തിച്ചേരും. ഇവിടെ നിന്ന് ഇടത്തേക്കാണ് നമുക്ക് പോകേണ്ടുന്നത്. ഇടത്തേക്ക് ഒരു അല്പ ദൂരം മുമ്പോട്ട് എത്തിക്കഴിയുമ്പോൾ തന്നെ ചെറിയൊരു പാലം കാണാം. ഈ പാലത്തിൻ്റെ അവിടെ നിന്നും വലത്തേക്കുള്ള വഴി തിരിയുക. അപ്പോൾ അത് രണ്ട് സൈഡിലും വയൽ പ്രദേശങ്ങളാണ്. വലത് സൈഡിൽ കൂടെ ചെറിയൊരു നീരുറവ് ഒഴുകുന്നത് നമുക്ക് കാണാം. വെള്ളച്ചാട്ടത്തിൽ നിന്നും വരുന്ന വെള്ളമാണ് ഇതുവഴി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ടാണ് അത് നമുക്ക് അത്ര കൃത്യമായിട്ട് വീഡിയോയിൽ കാണാൻ പറ്റാത്തത്. അപ്പോൾ ആ ഗുരുമന്ദിരത്തിൻ്റെ അവിടെ നിന്ന് വലത്തേക്കുള്ള വഴിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലാണ് എത്തിച്ചേരാൻ സാധിക്കുന്നത്. പക്ഷേ ഏറ്റവും നല്ലത് നിങ്ങൾ ഇടത്തേക്കുള്ള വഴിയിൽ, ഞാൻ ഈ പോകുന്ന വഴിയിലൂടെ തന്നെ വരുന്നതാണ്. നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്വാരത്തിൽ എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ ആദ്യ പാർട്ടിലാണ് എത്തിയിട്ടുള്ളത്. നമുക്കിവിടെ ഇറങ്ങാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ വഴുക്കലുള്ള പാറകളൊക്കെ ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള റൂട്ട് വഴി നിങ്ങൾ വരണം. ഗൂഗിൾ മാപ്പിൽ കാണിച്ചിട്ടുള്ള ലൊക്കേഷൻ വഴിയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിരിക്കും നിങ്ങൾ എത്തിച്ചേരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാൻ അവിടെ മൊത്തം വീടുകളും മുള്ളുവേലി ഉപയോഗിച്ച് അടച്ചൊക്കെ വെച്ചേക്കുന്നുണ്ട്. അവിടെ ഇറങ്ങാനുള്ള സൗകര്യമില്ല ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ. കാരണം ഇനി 2 തട്ടുകൂടെ മുകളിൽ വരെ നമുക്ക് കയറാനുണ്ട്. ഈ വഴിയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും താഴെ വന്നിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് താഴ്ന്ന് മുകളിലോട്ട് പോകാനായിട്ട് ഇങ്ങനെ പടവുകളൊക്കെ ഉണ്ട്. ഈ പടവുകൾ കടന്ന് നമുക്ക് മുകളിലേക്ക് ഇങ്ങനെ പോവാം. അപ്പോൾ ഇവിടെ വരെ നമുക്ക് പോവാം. പിന്നീട് പാറക്കെട്ടുകളിലൂടെ കയറി വേണം നമ്മൾ മുകളിലേക്ക് പോകാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കി മുകളിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്.
ഈ കാണുന്നതാണ് നമ്മുടെ ഇരപ്പിൻകൂട്ടം വെള്ളച്ചാട്ടം അല്ലെങ്കിൽ പുലിയരിക് വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം. ഇവിടെ നമുക്ക് കുളിക്കുന്നതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ്. വരുന്നവർ പ്രത്യേകം സൂക്ഷിക്കണം. നല്ല വഴുക്കലുള്ള പാറകളിൽ ചവിട്ടി കഴിഞ്ഞാൽ നല്ല തെറ്റലുണ്ട്. അപ്പോൾ നമുക്കവിടെ വലിയ പ്രശ്നങ്ങളൊന്നുള്ള സ്ഥലമില്ല. വെള്ളം വീടിനടുത്ത് നമുക്ക് കുളിക്കുന്നതിനൊക്കെയുള്ള സൗകര്യമുണ്ട്. ചെറുതായിട്ട് ചാല് പോലെ ഇവിടുന്ന് വെള്ളം ഒഴുകിയാണ് താഴേക്ക് പോകുന്നത്. ഇവിടെ ഈ ഒരു പ്രദേശത്ത് വലിയ ഡേഞ്ചറസ് ഇല്ല. പക്ഷേ അങ്ങോട്ട് പോകുന്നത് വളരെ പ്രത്യേകം സൂക്ഷിക്കണം. നിങ്ങൾ ഫാമിലി ആയിട്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ നിന്ന് അടിപൊളി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഇതാ നോക്കിയാൽ വെള്ളച്ചാട്ടം കണ്ട അടിപൊളിയല്ലേ. ഈ ഒരു സമയത്താകുമ്പോൾ വെള്ളം കുറവുണ്ട്. നമുക്കിവിടെ കുളിക്കുന്നതിനൊക്കെ നല്ല ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. പക്ഷേ മഴക്കാലം ആകും തോറും ഇവിടുത്തെ വെള്ളത്തിൻ്റെ അളവ് കൂടും. ഇത് ഫുള്ള് വെള്ളമായിരിക്കും. ഇവിടെ നിൽക്കാൻ പോലും പറ്റത്തില്ല. ഇനി കയറി വരാനേ പറ്റത്തില്ല. ഈ പാറകളിലൊന്നും കയറത്തില്ല. ഈ പാറയുടെ മുകളിൽ മാത്രമേ നമുക്ക് അന്നേരം കയറാൻ പറ്റത്തുള്ളൂ. ഇതിവിടെ മുകളിൽ ഫുള്ള് വെള്ളമായിരിക്കും. പക്ഷേ ഇപ്പോഴാണെങ്കിൽ വലിയ കുഴപ്പമില്ല. നമുക്കിതിലേക്ക് കൂടെ വെള്ളച്ചാട്ടത്തിന് അടുത്ത് വരാം. ഫോട്ടോസ് എടുക്കാം. വെള്ളച്ചാട്ടത്തിന് അടുത്ത ഭാഗത്ത് വരെ പോയിരുന്ന കിലോമീറ്ററൊക്കെ വെള്ളം കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് വരാൻ പറ്റിയാൽ അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു വെള്ളച്ചാട്ടം കൂടിയാണ്.